ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിപ്രീസിയേഷൻ ഇവ എന്താണെന്നും ഇവയുടെ വാല്യൂസ് എങ്ങനെയാണ് നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ. ആദ്യം നമ്മൾ ഒരു എക്കണോമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ക്യാപിറ്റൽ ഫോർമേഷൻ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു അഡീഷൻ ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക് ഓഫ് എൻ എക്കോണമി. എക്സിസ്റ്റിംഗ് ക്യാപിറ്റലിന് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ക്യാപിറ്റൽ ഫോർമേഷനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ഒരു നിക്ഷേപത്തിന് അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, അപ്പോൾ ഒരു എക്കോണമിയിലേക്ക് നമ്മൾ അധികമായിട്ട് കൊടുക്കുന്ന ഒരു ക്യാപിറ്റൽ ഫോർമേഷനാണ്. പിന്നെ പർച്ചേസ് ഓഫ് മെഷീനറി, അഡീഷൻ ടു ഇൻവെൻട്രീസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇൻവെൻട്രി എന്താണെന്ന് നമുക്കറിയാം, അതിന് കൂടുതൽ ഇൻവെൻട്രി ആഡ് ചെയ്താൽ ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്ത് നമുക്ക് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോക്കാം. അതായത് ഡിപ്രീസിയേഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, തേയ്മാനം, നമ്മൾ കൊടുക്കുന്ന ക്യാപിറ്റൽ മെഷീനറീസ് ഉണ്ടാകുന്ന തേയ്മാനം, അതായത് വെയർ ആൻഡ് ടെയർ, അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് മൈനസ് ചെയ്യാതെ അതും കൂടെ ആഡ് ചെയ്തെടുക്കുന്നതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബിഫോർ മേക്കിംഗ് അലവൻസ് ഫോർ ഡിപ്രീസിയേഷൻ അലവൻസ് കുറയ്ക്കാതെ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എടുക്കുന്നതാണ് ഗ്രോസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ, ഒരു അക്കൗണ്ടിങ് ഇയറിലാണ് ഇത് കണക്കാക്കുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഓൺ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് അൺസോൾഡ് സ്റ്റോക്ക്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഇതിനെല്ലാത്തിനെയും കൂടെ കൊടുക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ, ഒരു അക്കൗണ്ടിങ് ഇയറിനുള്ളിൽ കണക്കാക്കുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം ആ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉൾപ്പെടുന്നു. അടുത്തത് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഡിപ്രീസിയേഷൻ എന്ന ഘടകം എടുത്തു കളഞ്ഞാൽ, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ എന്ന ഘടകം എടുത്ത് മാറ്റി നിർത്തിയാൽ ബാക്കി കിട്ടുന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെ സെൻറ്റൻസ് ആയിട്ട് പറയാം? ദ ആക്ച്വൽ അഡീഷൻ മെയ്ഡ് ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക് ഓഫ് എക്കോണമി ഇൻ എ ഗിവൺ പീരീഡ് ഈസ് ടേംഡ് ആസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആക്ച്വൽ അഡീഷൻ മെയ്ഡ് ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക്, യഥാർത്ഥത്തിലുള്ള ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള യഥാർത്ഥമായിട്ട് എത്രയാണ് ഡിപ്രീസിയേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ പ്രതിഫലിക്കുന്നില്ലല്ലോ, അത് മെഷീൻ്റെ വേറെ ആൻഡ് ടെയറായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പം ആക്ച്വലായിട്ട് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂനാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇക്വേഷനായിട്ട് ഇങ്ങനെ പറയാം: നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. അടുത്തത് ഡിപ്രീസിയേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് വേറൊരു പേരുണ്ട്, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. അതായത് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡിപ്രീസിയേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു എ ഫാൾ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അതായത് ഫിക്സഡ് അസറ്റിന് ഉണ്ടാകുന്ന, അതിൻ്റെ വാല്യൂലുണ്ടാകുന്ന ഒരു കുറവിനെ, അതിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന ആ ഒരു കുറവിനെ, അത് എന്തുകൊണ്ടാണ് ആ മൂല്യത്തിൽ കുറവുണ്ടാകുന്നത്? ഡ്യൂ ടു നോർമൽ വെയർ ആൻഡ് ടെയർ, തേയ്മാനം മൂലമോ അല്ലെന്നുണ്ടെങ്കിൽ പാസേജ് ഓഫ് ടൈം, കാലം കഴിഞ്ഞു പോകുന്നത് മൂലമോ അല്ലെന്നുണ്ടെങ്കിൽ ഓർ എക്സ്പെക്റ്റഡ് ഒബ്സോളസൻസ് എന്ന് വെച്ചാൽ ഈ കാലഹരണപ്പെടുക എന്നുള്ളൊരു മറ്റൊരു വേർഡാണ് ഒബ്സോളസൻസ്. അപ്പോൾ അതായത് അത് ഒരു ടെക്നോളജി കാലഹരണപ്പെട്ട് ഒരു പുതിയൊരു ടെക്നോളജി റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്താണ്, അത് ഡിപ്രീസിയേഷനായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? അപ്പം ഗ്രോസ് വാല്യൂ, അത് ഗ്രോസ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് വാല്യൂ പ്ലസ് ഡിപ്രീസിയേഷനാണ്. അതായത് നാഷണൽ ഇൻകത്തിൽ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണ്? ഗ്രോസ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നെറ്റ് വാല്യൂവിൻ്റെ കൂടെ ഡിപ്രീസിയേഷനും കൂടെ ഉൾപ്പെടുന്നു, അപ്പോഴാണ് നമുക്ക് ഗ്രോസ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സാധാരണഗതിയിൽ നാഷണൽ ഇൻകത്തിൽ അതിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോഴത്തേക്ക് ഡിപ്രീസിയേഷൻ അല്ലെന്നുണ്ടെങ്കിൽ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് എടുത്ത് കൊടുത്തിരിക്കും. അതല്ല, അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് സ്പാനും അതിൻ്റെ വാല്യൂവും കൂടെ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അത് നോക്കാം. ഇഫ് എ മെഷീൻ ഈസ് പർച്ചേസ്ഡ് ഫോർ ₹50 lakh, ഒരു മെഷീൻ 50 ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്, ആൻഡ് ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഓഫ് യൂസ് ഈസ് 10 years. അതായത് അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം, അത് 10 വർഷം യൂസ് ചെയ്യാമെന്നാണ് അതിൻ്റെ ഒരു കണക്ക്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ വരുന്നത്. അപ്പോൾ ദെൻ ഡിപ്രീസിയേഷൻ ഈസ്, അപ്പോൾ അത് എങ്ങനെയാണ് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 50 lakh ഡിവൈഡഡ് ബൈ 10 ആണ്. ഈ 10 വർഷം എന്നുള്ളത് ഡിവൈഡ് ചെയ്യണം, അതിൻ്റെ വാല്യൂവിൻ്റെ കൂടെ 10 വർഷം എന്നുള്ളത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 5 ലക്ഷം, അതാണ് അതിൻ്റെ ഡിപ്രീസിയേഷനായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.